വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്താണെന്ന് വേഗം സമയങ്ങളെ നോക്കിയാലോ. ഇന്നത്തെ ടിപ്പ് ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രാക്കഡ് ഹീൽസ് ആണ് കേട്ടോ. പാദം വിണ്ട് കീറാൻ. അപ്പോ ഇപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ക്രാക്കഡ് ഹീൽസ് വരാറുണ്ടല്ലേ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈസി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കാലിരിക്കുന്നത് കാണാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അളവില് ക്രാക്ക് ക്വീൻസ് ഉണ്ട് അതിന്റെ അളവ് വളരെ ചെറിയ അളവിലൊന്ന് വിണ്ട് കീറാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് മാറും. നന്നായിട്ട് വിണ്ട് കീറി നല്ല പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാർക്കോട്ട് വരെ അടുപ്പിച്ച് തന്നെ എല്ലാ ദിവസവും രാത്രി ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ ഒട്ടും വെച്ചിട്ടില്ല. നമുക്ക് നേരത്തെ ഇപ്പൊ ഞാൻ നോക്കിയേക്കാം. അതിനു മുമ്പ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബറിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എന്താന്ന് നോക്കിയേക്കാം ടിപ്പ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒന്നാമത്തെ കാര്യം വാസ്ലിൻ ആണ് കേട്ടോ. ഇപ്പൊ വാസ്ലിൻ ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് അര നാരങ്ങയുടെ ജ്യൂസ്, അരമുറി നാരങ്ങ ജ്യൂസ് ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലും കൂടി ചേർക്കുക. അലോവേര ജെല്ല് നമുക്ക് വാങ്ങിക്കുന്നതായാലും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതായാലും കുഴപ്പമില്ല. അത് 1 സ്പൂൺ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഈ വാസിന് അത്ര പെട്ടെന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിങ്ങനെ ഇളക്കി അലോവേര ജെല്ലിലും വെളിച്ചെണ്ണയിലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പൊ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ പേസ്റ്റ് ടെക്സ്ചറിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ കാല് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകി നല്ല ഡ്രൈ ആക്കി എടുക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കിടക്കുന്നതിന് മുൻപ് ചെയ്യുക. അപ്പൊ കിടക്കുന്നതിന് മുൻപ് കാലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം നല്ലൊരു തുണി വെച്ച് തുടച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് ഈ ക്രീം നമുക്ക് കാലിലേക്ക് നല്ലൊരു ക്രീമി ടെക്സ്റ്റ് ആവും കേട്ടോ. അപ്പൊ ഈ ക്രീം നമുക്ക് കാലിൽ അപ്ലൈ ആവുന്നതാണ്. ക്രാക്കഡ് ഹീൽസ് ഉള്ള എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ നല്ല കയറി പദത്തിന്റെ അറ്റത്ത് ഇങ്ങനെ 2 സൈഡിലേക്കൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ. അങ്ങനെ കൊള്ള ഭാഗത്തെല്ലാം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഓവർനൈറ്റ് ഫുൾ വെച്ച് രാവിലെ എഴുതി നിങ്ങൾക്ക് വൈപ്പ് ചെയ്യോ. രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലിലേക്ക് അബ്സോർബ് ആവും. അപ്പം നമുക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. എനിക്ക് അത് അങ്ങനെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ രാവിലെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാല് നല്ല സ്മൂത്ത് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ക്രാക്ക് ഹീൽസ് ഉള്ള എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ, കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എന്നും പറയുന്നത് പോലെ ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതണം. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. അവരെല്ലാവരും ചെയ്ത് നോക്കട്ടെ അല്ലെ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വേറെ ടിപ്പായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.